പക്ഷേ ഐ വാസ് വെരി ഡീമോട്ടിവേറ്റഡ്. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തി. അല്ലാണ്ട് എല്ലാ ദിവസവും ഹാപ്പി സന്തൂർ മമ്മി സൂപ്പർ മോം. റിയാലിറ്റി അതൊന്നും അല്ല ഗൈസ്. റിയൽ വേഴ്സസ് റിയൽ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഇടയ്ക്കൊരു മോട്ടിവേഷനും ആവാം. വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നില്ല. ഇത്രയ്ക്ക് ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു. അയ്യോ ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്താ നല്ല ഡാർക്കാണല്ലോ, ഹൂ കെയർസ്. Hello guys, welcome back to my YouTube channel. So if you are new here, എൻ്റെ പേര് ശ്രീലക്ഷ്മി. By profession I am an architect and by passion I am a makeup artist and a budding content creator. നമ്മളെല്ലാം ജീവിതത്തിൽ ട്രൈ ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ ഓരോന്ന് ട്രൈ ചെയ്ത് വരുന്നു. സോ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ സ്റ്റോറി ടൈമാണ്. ഫ്ലാഷ് ബാക്ക്. ഇന്നലെ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ സെറ്റപ്പ് ചെയ്ത് ലൈറ്റൊക്കെ സെറ്റപ്പ് ചെയ്ത് ഇങ്ങനെ ക്യാമറേൻ്റെ ഫ്രണ്ടിലിരുന്ന് ജസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഐ വാസ് വെരി ഡീമോട്ടിവേറ്റഡ്. എനിക്കൊരു മോട്ടിവേഷനും തോന്നിയില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തി. കുറച്ച് ചെയ്തിട്ട് പിന്നെ എനിക്ക് മടുത്ത് ഞാൻ നിർത്തി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില ദിവസങ്ങൾ നമ്മൾ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ദിവസങ്ങളുണ്ട്. അല്ലാണ്ട് എല്ലാ ദിവസവും ഹാപ്പി, എല്ലാ ദിവസവും ഹാപ്പനിങ് അങ്ങനെയൊന്നുമില്ല ഗൈസ്. നിങ്ങൾ കാണുന്ന പോലെയല്ല. ചില ദിവസം ഭയങ്കര ബാഡായിരിക്കും, ചില ദിവസം ഒരു മോട്ടിവേഷനിലാണ്ട് വെറുതെ കിടക്കാൻ തോന്നും. അങ്ങനെയൊക്കെയാണ് ലൈഫ്. സോ പക്ഷെ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഓൾവേസ് കീപ്പ് ഹൈഡ്രേറ്റഡ്. നമ്മളെപ്പോഴും നല്ലപോലെ വെള്ളം കുടിക്കുക. ഓക്കെ. എൻ്റെ അടുത്ത് പലവരും എനിക്ക് ഇൻസ്റ്റാഗ്രാം DM അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിട്ട് പറയുന്നുണ്ട്. ഓരോ ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, വാവ് സന്തൂർ മമ്മി സൂപ്പർ മോം. ഇതൊക്കെ എന്ത് എനിക്ക് പറയാറുണ്ട്. പക്ഷെ റിയാലിറ്റി അതൊന്നും അല്ല ഗൈസ്. നിങ്ങൾ റിയൽ വേഴ്സസ് റിയൽ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഒരു നോർമൽ ഒരു പേഴ്സണാണ്. അപ്പോൾ എനിക്കത് തോന്നി. കാരണം നമ്മൾ ആൾക്കാരോട് അല്ലെങ്കിൽ ഓഡിയൻസിനോടൊരു റോങ് ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നുമുള്ള ഒരാളല്ല. നിങ്ങൾ റീലിൽ കാണുന്ന പോലത്തെ ആളേ അല്ല ഞാൻ. ഇത് ഞാനല്ല. സോ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ കുറേ പുതിയ അമ്മമാരും ചെറിയ മക്കളൊക്കെ ഉള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് നമ്മളെ ചാനലിൽ എപ്പോഴും കോണ്ടൻറ്റ് ഇങ്ങനെ മേക്കപ്പ് മറ്റേത് ലൈഫ് സ്റ്റൈലൊക്കെ ആയാലും ഒരു രസമില്ലല്ലോ. ഇടയ്ക്കൊരു മോട്ടിവേഷനും ആവാം. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് വീഡിയോ ആണ് ഇന്ന്. സോ ഞാനിപ്പോൾ പെട്ടെന്ന് ഒരുങ്ങി പുറത്തോട്ട് ഇറങ്ങുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചെറിയൊരു മേക്കപ്പ് വീഡിയോ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ അങ്ങനെ പറയാം. മേക്കപ്പ് ട്യൂട്ടോറിയൽ എന്നൊന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഒരു മേക്കപ്പ് റുട്ടീൻ നോർമൽ ഡേയിൽ ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ, അത് എപ്പോഴൊന്നും ഇല്ല കേട്ടോ. ഞാൻ മുഖത്തൊന്നും ജസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് ഇറങ്ങാറ്. പക്ഷേ ചില ടൈമിൽ നമുക്ക് ഒരുങ്ങാൻ തോന്നുമല്ലോ, അപ്പം ചെയ്യും. പക്ഷെ സമയം ഉണ്ടാവില്ല. ആ ടൈമിൽ ചെയ്യുന്ന ഒരു ചെറിയൊരു മേക്കപ്പ് റുട്ടീൻ്റെ വീഡിയോ ആണ് ഇത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആൻഡ് നിങ്ങൾ പുറത്ത് പോകുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ കുറേ ഉണ്ടാവും. പക്ഷേ ആസ് എ മോം അല്ലെങ്കിൽ പുതിയ ഒരു അമ്മമാർക്ക് ഇങ്ങനെ കുറച്ച് തടിയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അത് ഇടാൻ ചിലപ്പോൾ തോന്നില്ല. അങ്ങനെയൊന്നും തോന്നണ്ട. നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ആ ഡ്രസ്സ് തന്നെ ഇടുക, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുക. ഓക്കെ. നമ്മുടെ ഒരു മെൻ്റൽ വെൽബീയിങ്ങിന് നമ്മൾ തന്നെ വിചാരിക്കണം. വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ചില ആൾക്കാരുടെ വേർഡ്സോ അങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പം മോട്ടിവേറ്റഡ് ആയിട്ട് തോന്നാം. പക്ഷേ അപ്പോഴും നമ്മളെ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ കണ്ടില്ല ഈ വീഡിയോ ചെയ്യുന്നത്, ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് ഞാനിപ്പോൾ ക്യാമറേൻ്റെ ഫ്രണ്ടിൽ എന്നെ ഇരുത്തിച്ചതാണ്. അല്ലാണ്ട് വേറെ ആരും എൻ്റെ അടുത്ത് വന്ന് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. എനിക്കെന്നെ എൻ്റെ മനസ്സിൽ നിന്ന് വന്നൊരു പുഷ് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. സോ എവറി ഡേ ഈസ് നോട്ട് സെയിം. എല്ലാ ദിവസവും ഓരോ പോലെ ആയിരിക്കും. അതൊക്കെയാണ് ഗൈസ് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചാൽ മാത്രം പോരാ, മുഖം നന്നായിട്ട് സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ നല്ലപോലെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. പിന്നെ ഓവറായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതൊക്കെ ഈ പുതിയ ന്യൂ മോംസിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്കിന്നിനോടും നോക്കാനൊന്നും താല്പര്യമില്ല, സ്കിൻ കെയർ താല്പര്യമില്ല, ഒരു ഇതും താല്പര്യം ഉണ്ടാവില്ല, ഒന്നിനൊരു താല്പര്യം ഉണ്ടാവില്ല.
അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ പുഷ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരുങ്ങി നോക്കും, നല്ല ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ നിങ്ങളെപ്പറ്റി ഭയങ്കര ഒരു മതിപ്പ് തോന്നും. സൺസ്ക്രീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പുറത്ത് ഉള്ള വെയിൽ എന്ന് പറഞ്ഞാൽ ഫുൾ UV റേസ്, മറ്റേ റേസ് ഒക്കെയാണ്. അതുകൊണ്ട് സൺ ഡാമേജ് ആണ് ഏറ്റവും വലിയ സ്കിന്നിന് കേട് വരുത്തുന്ന സംഭവം. ഏജിങ് ഒക്കെ കൂട്ടുന്ന സാധനം സൺ ഡാമേജ് ആണ്. അപ്പം നല്ലപോലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അത് എല്ലാ ഭാഗത്തും കേട്ടോ, കണ്ണിൻ്റെ അടിയിലും മേലെയും കഴുത്തിലും ചെവിയിലും ഒക്കെ ഇടുക. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് കോൺഫിഡൻസ് തോന്നുന്നൊരു ടൈപ്പ് കുർത്തയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ഡ്രസ്സ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തോന്നുന്നത് അതിൽ നിങ്ങൾ ആ ഡ്രസ്സസ് നിങ്ങൾ ഇടുക. ഇനി സമയം കൂടുതൽ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ടിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമല്ലോ, അതായത് ഇങ്ങനെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഫൗണ്ടേഷനാണ്, പക്ഷെ BB ക്രീം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് ടിൻ്റ്. അതാകുമ്പോൾ അതിൽ ചിലപ്പോൾ സൺസ്ക്രീനും ഉണ്ടാവും, ചിലപ്പം സൺ പ്രൊട്ടക്ഷനും ഉണ്ടാവും, മോയ്സ്ചറൈസിങ്ങും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ മെയിൻലി വാങ്ങാൻ നോക്കുക. അപ്പോൾ ആ ഒരു ടൈം ഉണ്ടല്ലോ അതങ്ങോട്ട് നമുക്ക് കുറഞ്ഞു കിട്ടും. മറ്റേ പ്രൈമർ കറക്റ്റർ അതൊന്നും ഇടണ്ട, ഡയറക്റ്റ് ഇതിട്ടിട്ട് അങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് തേച്ച് കൊടുക്കുക. ഈ ടിൻ്റ് ആകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്ത് മുഖത്തേക്ക് കൊണ്ട് തേക്കാം. ആ ഒരു ഗുണമാണ് ഈ ടിൻ്റ് കൊണ്ടുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലൊരു ബ്ലഷ് എടുത്തിട്ട് അങ്ങോട്ട് നന്നായിട്ട് കവളൊക്കെ അങ്ങോട്ട് ചുവപ്പിക്കുക. ബ്ലഷ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ, അതുകൊണ്ട് നല്ലപോലെ ബ്ലഷ് ഇടുക. ഇത് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ട്, എന്നാലും നമുക്കത് ഒപ്പിക്കാം. നമ്മളിങ്ങനെ നല്ലോണം ഒരുങ്ങി പുറത്തോട്ടേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് നല്ല ഫീലാണ്. നമ്മൾ എക്സ്ട്രാ ഉള്ള ബ്ലഷ് ചെറുതായിട്ട് കണ്ണിൻ്റെ മേലെ തേക്കുന്നുണ്ട് കേട്ടോ. ഈ ബ്ലഷ് എല്ലാം കുറയും, പൗഡറൊക്കെ ഇടുമ്പോൾ ബ്ലഷ് കുറയും, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, നല്ലപോലെ രണ്ട് കണ്ണിലും ഒരു ചെറിയൊരു കളറുണ്ട് കണ്ടോ. കൈയോണ്ട് തന്നെ ചെയ്യാം സുഖമായിട്ട്, അതാണ് ഒന്നുകൂടി എളുപ്പം. പിന്നെ ബ്രഷ് എടുക്കണം, ചടങ്ങല്ലേ. ഇനി നമ്മൾ പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് ഫേസൊക്കെ. ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് കണ്ണൊന്ന് എഴുതുന്നുണ്ട് കേട്ടോ. ഞാൻ കുർത്ത ഇടുന്നതുകൊണ്ടാണ് കേട്ടോ കണ്ണ് താഴെ ലൈൻ ചെയ്യുന്നത്. ചെറിയ കാജൽ യൂസ് ചെയ്തിട്ടൊന്ന് ലൈൻ ചെയ്യുന്നുണ്ട്. നിങ്ങളും ഇങ്ങനെ കണ്ണെഴുതുമ്പോൾ വായ ഇങ്ങനെ തുറക്കാറുണ്ട്, ലൈക്ക് ദിസ്. ഇത് ഓട്ടോമാറ്റിക്കലി വായ തുറന്നു പോകുന്നു. എനിക്കൊന്ന് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ അടുത്ത് പല പുതിയ മമ്മിമാരും എനിക്കറിയാവുന്ന പുതിയ അമ്മമാരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നിനക്കൊക്കെ ഇതിന് എവിടുന്ന ടൈം കിട്ടുന്നത്? പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഈ ടൈം ഇപ്പം നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഈ സമയം കണ്ടെത്താൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, സോ എന്നെക്കാട്ടിലും അടിപൊളിയായിട്ട് ഫാമിലി, ഹൗസ്, വീട്, പിന്നെ ജോബ് ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന കുറേ അമ്മമാരെ എനിക്കറിയാം, കുറേ പേരെ. അപ്പോൾ അത് വെച്ചൊക്കെ നോക്കുമ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ആ ടൈം കണ്ടെത്താൻ പറ്റും. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ പുതിയ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ സെൽഫ് കെയറിനൊരു ടൈം കിട്ടാണ്ട് ഇങ്ങനെ, അതായത് സ്വന്തമായിട്ടൊന്ന് കെയർ ചെയ്യാൻ ടൈം കിട്ടാണ്ട് ഞാൻ നടക്കുമ്പം നിങ്ങൾ കുട്ടീനെ നേരെ ഭർത്താവിനെ ഏൽപ്പിക്കുക. എന്നിട്ട് വല്ല പാർലറിൽ പോയിട്ട് വല്ല സ്പായോ ഇങ്ങനെ കുറച്ച് നേരം ഫേഷ്യലൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ മസാജ് കൊടുക്കില്ലേ, സ്പായാണ് മെയിനായിട്ട് ഞാൻ എടുക്കാറ്. അതൊരു മസാജിങ് ഒക്കെ കിട്ടുമ്പം പകുതി ഒരു നല്ലൊരു ഫീലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ കളഞ്ഞാലും കുഴപ്പമില്ല, അത് വേർത്താണ്. ആ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര വേർത്താണ്. അപ്പം നിങ്ങൾ ഇടയ്ക്ക് അങ്ങനത്തെയൊക്കെ സംഭവം ട്രൈ ചെയ്യൂ. ഇടയ്ക്ക് അതിന് വേണ്ടി പൈസ ചിലവാക്കുന്നതിന് പ്രശ്നമില്ല, കാരണം
അൾട്ടിമേറ്റ്ലി മെൻ്റൽ ഹെൽത്ത് ഈസ് എവറിത്തിങ്, അങ്ങനെയാണല്ലോ. ഇപ്പം ഞാൻ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി മസ്കാര ഇടാൻ പോകണം. മസ്കാര ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മസ്കാര ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് ഭയങ്കര രസമാണ് കണ്ണ് കാണും. ഈ ഇല്ലാത്ത പീലിനെ മേലേക്ക് ഇത് ചെയ്യുമ്പോഴേ ഇത്രയ്ക്ക് പീലി എനിക്ക് ഉണ്ടായിരുന്നു, കൺപീലി ഉണ്ടായിരുന്നു, ലാഷസ് ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന വിധം നമ്മൾ മസ്കാര ഇടണം. ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്ന എക്സ്പ്രഷനാണ് ഗൈസ് എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നല്ല. കണ്ടില്ലേ എൻ്റെ ലാഷസ് നോക്കൂ, ഇവിടെ കട്ട പിടിച്ചു. ഇനി നമുക്ക് ചെറുതായിട്ട് ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യാം. ഞാനിവിടെ മസ്കാരനെ യൂസ് ചെയ്യുന്നത്. മസ്കാര യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്നിങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കും. ഓവറായിട്ട് ആവാണ്ട് നോക്കണം കേട്ടോ, ബിക്കോസ് ഇത് കുറച്ച് സീനാണ് ചെയ്യാൻ. പക്ഷെ നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യും. നാച്ചുറൽ ലുക്കിംഗ് ബ്രോസ് കണ്ടോ, കഴിഞ്ഞു. നമ്മൾ ഇഷ്ടപ്പെട്ട നമുക്ക് മെയിൻ സാധനമുണ്ട്, ലിപ്സ്റ്റിക്ക്. അതിനിടയ്ക്ക് നമ്മൾ കീപ്പ് ഹൈഡ്രേറ്റഡ്. ലിപ് ബാം ആദ്യം ഇടണമെന്ന് കേട്ടോ, ഞാൻ വീണ്ടും മറന്നു. പുതിയ അമ്മമാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ആഫ്റ്റർ പ്രഗ്നൻസി അല്ലെങ്കിൽ ഡ്യൂറിങ് പ്രഗ്നൻസി ഭയങ്കരമായിട്ട് മെമ്മറി ലോസ് ഉണ്ടാവും. അത് എനിക്ക് മാത്രമുള്ളതാണോ എന്ന് അറിയില്ല. കാരണം ഞാൻ ഇതേപോലെ വേറെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോഴും അവർക്ക് ഇതേപോലെ മെമ്മറി പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കമൻസിലൂടെ അറിയിക്കാം. നമ്മൾ നേരെ ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാണ്. അപ്പോൾ ആദ്യം ഒന്ന് ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക്ക്, നിങ്ങളെ ഫേവറേറ്റ് ഷെയ്ഡ് നിങ്ങളിടുക. ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, അയ്യോ ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്താ നല്ല ഡാർക്കാണല്ലോ ചോദിക്കുകയാണെങ്കിൽ പോയി പണി വെക്കാൻ പറയണം. എന്നിട്ട് നിങ്ങളിടുക. നിങ്ങളുടെ സന്തോഷമാണ് അൾട്ടിമേറ്റ്, വേറെ ആരുടെയും ജഡ്ജ്മെൻറ്റ് അല്ല. എൻ്റെ മൂക്ക് ഇവിടെ ഡ്രൈ ആയിട്ട് ഇവിടുത്തെ തൊലിയൊക്കെ പോയിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് നോർമൽ. കണ്ടോ, പിമ്പിൾസ് ഉണ്ട്, പിഗ്മെൻറ്റേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ഇറ്റ്സ് നോർമൽ. പോർസ് ഉണ്ടോ, വലിയ വലിയ കുഴികളാണ്, വലിയ റോഡിൽ പോലും ഉണ്ടാവില്ല ഇത്രയും വലിയ കുഴികൾ. ഹൂ കെയർസ്, വിടുക. ഇങ്ങനെയാണ് സ്കിൻ ഉണ്ടാവുക. പോഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ജീവിക്കുന്നുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. സോ യു ഡോണ്ട് കെയർ. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ പോയാൽ മതി. പക്ഷേ സ്കിൻ കെയർ മസ്റ്റാണ്. സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കണം, ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ജുംക്ക ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് ഓവറായാലേ ശ്രദ്ധിക്കുള്ളൂ. ആരാ പറഞ്ഞത്? CID മൂസയാ പറഞ്ഞത്. എന്തോ ഒരു കുറവുണ്ടല്ലോ. ഒട്ടും കൂടെ ഇട്ടാലേ നല്ല നാടൻ കുട്ടിയാവുള്ളൂ. കുഞ്ഞിതായോ? ലിപ്സ്റ്റിക്ക് കുറച്ച് ലൈറ്റായോ? വേണമെങ്കിൽ കുറച്ചുകൂടി ഡാർക്കാക്കാം. മുടിയൊക്കെ നല്ലപോലെ സെറ്റ് ചെയ്യുക. അഴിച്ചിടുക, മുടി കെട്ടണോ, കെട്ടുക, എന്താണോ തോന്നുന്നത് അത് ചെയ്യുക. ഇനി നമ്മൾ എപ്പോഴും നമ്മൾ ആ റൂമിലോട്ട് ചെല്ലുമ്പോൾ പറയണം, വന്നു, അവൾ വന്നു. അപ്പം അതിനുള്ള മെയിൻ പോയിൻ്റാണ് പെർഫ്യൂം. അങ്ങോട്ട് വാരി പൊത്തുക. യു ഷുഡ് ഓൾവേസ് സ്മെൽ നൈസ്. നല്ലപോലെ പെർഫ്യൂം അടിക്കുക. അപ്പോൾ ഗൈസ്, കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളെ ലുക്ക്. എങ്ങനെയുണ്ട്? ഇതാണ് ഒരു ഈസി. ഇതിപ്പോൾ നിങ്ങൾ നോർമൽ ഒരു ഫോർമൽ ഡ്രസ്സൊക്കെയാണ് ഇടുന്നുണ്ടെങ്കിൽ പൊട്ട് സ്കിപ്പ് ചെയ്യാം, കണ്ണ് താഴെ എഴുതുന്നതിന് പകരം മേലെ എഴുതാം, പിന്നെ ലിപ്സ്റ്റിക്ക് കുറച്ച് ന്യൂഡാക്കാം, കമ്മലൊക്കെ സാധാ നോർമൽ കമ്മലാക്കാം. ഇതിപ്പോൾ വന്ന് ഇപ്പം ഞാനൊരു കല്യാണത്തിന് പോകുന്ന രീതിയിലായിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരുങ്ങി പുറത്തോട്ട് പോവാം, അല്ലേ? അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ഗൈസ്
get the motivation. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ന്യൂ മോംസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിലേറെ മോട്ടിവേഷൻ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതൊന്നൊന്നൊരു മോട്ടിവേഷണൽ വീഡിയോ ആയോ എന്നെനിക്കൊരു നല്ല സംശയം ഇല്ല. ബട്ട് എനിവേയ്സ് ഇത് ചെയ്തപ്പോൾ എൻ്റെ മോട്ടിവേഷനും നല്ല ഹൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വീഡിയോ ചെയ്യാൻ ഇരുന്ന ഞാൻ അത് പകുതിക്ക് വെച്ച് നിർത്തി ഉടുത്ത സാരി വരെ അഴിച്ച് മടക്കി വെക്കേണ്ട അവസ്ഥ വന്നു. സം ഡേയ്സ് ആർ ലൈക്ക് ദാറ്റ്. ചില ദിവസം അങ്ങനെയാവാം. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറച്ച് നന്നായിട്ട് ഒരുങ്ങി വീടിൻ്റെ പുറത്തോട്ടേക്കൊക്കെ പോവുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നല്ലതായിട്ടൊരു കോൺഫിഡൻസ് നിങ്ങളുടെ ബൂസ്റ്റ് ചെയ്യും. ആൻഡ് വേറെ ആൾക്കാർ സെൽഫ് കോൺഷ്യസ് ആവാണ്ടിരിക്കുക. കോൺഷ്യസ് ആവേണ്ട സ്ഥലത്ത് ആവുക, പക്ഷെ അനാവശ്യമായിട്ട് സെൽഫ് കോൺഷ്യസ് തലയിലോട്ടൊന്നും എടുക്കാണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ എന്താണോ, അല്ലെങ്കിൽ നിങ്ങളെ ഉള്ളിലൊരാളുണ്ടാവുമല്ലോ, ഐ മീൻ മൈസെൽഫ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, അതെന്താണോ പറയുന്നത് അത് കേട്ട് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. അതാണ് അൾട്ടിമേറ്റ്ലി ഒരു മെൻ്റൽ പീസ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങോട്ടേക്ക് എത്തിക്കുന്നത് അതാണ്. ഞാൻ കംപ്ലീറ്റ്ലി മെൻ്റൽ പീസ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സെൽഫ് കോൺഷ്യസ് അല്ലാത്ത ആളൊന്നുമല്ല. ബട്ട് എനിക്കിങ്ങനെ പറയാമല്ലോ, ഉപദേശിക്കാൻ ആർക്കും പറ്റുമല്ലോ. പക്ഷേ ഇങ്ങനത്തെ ഒക്കെ ചില ടിപ്സാണ് എന്നെയും കുറച്ച് ഒന്ന് നന്നായിട്ട് മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജഡ്ജ്മെൻറ്റ് മാത്രം തലയിലോട്ട് എടുത്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓവറായിട്ട് കോൺഷ്യസ് ആവാണ്ടിരിക്കുക. ഇത് പറയാൻ പറ്റുന്നുള്ളൂ, പക്ഷേ നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണം. ആൻഡ് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയൊരു മോട്ടിവേഷൻ വീഡിയോ ആൻഡ് ഒരു മേക്കപ്പ് റുട്ടീൻ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ഭയങ്കര സിമ്പിൾ. ആകെ തരം 3 സ്റ്റെപ്സേ ഉള്ളൂ. സ്കിൻ കെയർ വേറെ, അത് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് ടിൻറ്റ്, പിന്നെ ബ്ലഷ്, പിന്നെ ലിപ്സ്റ്റിക്ക്. ബാക്കിയെല്ലാം ഓപ്ഷണലാണ്. ഇപ്പോൾ ഒരു 4 to 5 സ്റ്റെപ്സ് വരുന്ന ചെറിയൊരു റൊട്ടീനാണ്. കുറേ പ്രൊഡക്ട്സ് വേണ്ട. ആകെ ടിൻറ്റ്, ബ്ലഷ്, ലിപ്സ്റ്റിക്ക്, അത്ര മതി. പിന്നെ ബാക്കി സ്കിൻ കെയറിന് സംഭവം. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ കോണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ ന്യൂ ബി മോംസിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊന്ന് മോട്ടിവേറ്റഡ് ആയിക്കോട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.